ഇതിനുള്ളിലുള്ള വാക്സ് കത്തിച്ച് കളഞ്ഞതിന് ശേഷം ഗോൾഡ് എത്രയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാമെന്ന് അസ്കർ ഭായി പറയുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ ഇടയിൽ വേറൊരു ടെൻഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം തന്നെയല്ലേ. വെറും 1.5 gram ആണ് കേട്ടോ ഈ ഒരു മാല വരുന്നത്. ഇത് വരുന്നത് 1/2 പവന്, ഇത് 3/4 വരുന്നത്. 1 പവൻ ഇല്ല. ഇത് ROVER എന്നുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് കേട്ടോ. ആലുവയിൽ എന്താണ് ഇത്രയും വലിയ ഗോൾഡ് ഒക്കെ പിടിച്ച് നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നാളെ അക്ഷയ തൃതീയം കൂടിയാണല്ലേ. ഇത് കാഴ്ചക്ക് ഏകദേശം എത്ര ഉണ്ടാവും നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു നോക്ക്. ഏകദേശം 45-50 പവന് മുകളിലുണ്ടാവും അല്ലെ. വെറും 4 പവന് ഇത് വരുന്നത്. വെറും 4 പവന്. ഇതെങ്ങനെ ഇത്രയും വലിയ കാഴ്ചക്കുള്ള ഒരു സംഭവം വെറും 4 പവനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാക്സ് ഗോൾഡ് ആണ് ഇത് വരുന്നത്. വാക്സ് ഗോൾഡ് എന്ന് പറയുമ്പോൾ അത് മുക്കൊന്നും അല്ല കേട്ടോ, നല്ല ഒറിജിനൽ ഗോൾഡ് തന്നെ. പക്ഷെ അത് വാക്സ് ചെയ്തെടുക്കുന്നത്. എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിൽ വാക്സ് ഗോൾഡിന്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ശങ്കേഴ്സ് ഗോൾഡ് സ്മിത്തിലാണ് കേട്ടോ. ബാങ്ക് ജംഗ്ഷനിൽ, അതായത് ആലുവയിൽ ബാങ്ക് ജംഗ്ഷനിൽ അതിനുള്ള മാർക്കറ്റ് റോഡിൽ ഇവിടെ നമ്മുടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ടല്ലോ, ഹെഡ് ഓഫീസ്, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ശങ്കേഴ്സ് ഗോൾഡ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഡിസൈൻ, ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളോട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അഷ്കർ സഫിൻ ഈ ഒരു കേരളത്തിൽ മുഴുവനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഈ വാക്സ് ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ശരിക്കും? വാക്സ് ഗോൾഡ് എന്നുള്ളത് കേരളത്തില് ഇപ്പോ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊന്നും അറിയാൻ പറ്റില്ലായിരിക്കും. പഴയ തലമുറയിൽ നമ്മള് അരക്കിന്റെ കമ്മല് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ടല്ലോ. നമ്മുടെ കാരണവന്മാരുടെ ഉമ്മയുടെ കമ്മലിന്റെ അകത്ത് അരക്ക് പഴയ കാലഘട്ടത്തിലുള്ള അതേ സംഗതി തന്നെ പുതിയ രീതിയില് പുതിയ മോഡേൺ മെത്തേഡില് ചെയ്തു വന്നിരിക്കുന്നതാണ്. ഇതിന്റെ ബേസ് ഇപ്പൊ നമ്മൾ ഒരു മാല എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മാലയുടെ ബേസിൽ ബോർഡ് ചെയ്തിരിക്കുന്നത് വാക്സിലായിരിക്കും. മുകളില് ചെറിയ വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് മാത്രമായിരിക്കും അതിന്റെ ഗോൾഡ് വരുന്നത്. അപ്പൊ ഉള്ളിൽ നമ്മൾ ഈ പുകളിച്ച് കാണുന്നത് മൊത്തം, ഈ ബോൾ കാണുന്നത് മൊത്തം അതിന്റെ ഉള്ളിൽ മൊത്തം വാക്സ് ആണ്. വാക്സിലാണ് ബോൾ ചെയ്യുന്നത്. അതിന്റെ മുകളിൽ വളരെ തിന്നായിട്ടുള്ള ലെയറിലായിരിക്കും നമ്മൾ വാക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് വാക്സ് കത്തിപ്പോയിട്ട് നമുക്ക് ഗോൾഡ് മാത്രമായിട്ട് റിട്ടേൺ കിട്ടും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത്ര ഉള്ളൊരു മാല, ഇപ്പൊ ഈ മാല തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാലയുടെ മൊത്തം തൂക്കം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പുകളിച്ചുണ്ട്. പക്ഷെ 2 gram 800 മില്ലി ആണ് അകത്ത് തൂക്കമുള്ളൂ. 2 gram 800 മില്ലിയിൽ ഒരു വലിയൊരു മാല നമുക്ക് കിട്ടും. 2 gram 2 gram 3 ഗ്രാമിന് താഴെ വരുന്ന മാലയാണ് ഈ കാണുന്നത്. പക്ഷെ നല്ല കാഴ്ചയിൽ നല്ല ഒരു 2 പവൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പുകളിച്ചുണ്ടാവും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാക്സ് ഗോൾഡ് ഉദ്ദേശിക്കുന്നത് ഗോൾഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ്. ബേസ് അതിന്റെ വാക്സ് ആയിരിക്കും, അതിന്റെ പുറത്തായിരിക്കും ഗോൾഡ് പ്ലേറ്റുകൾ ചെറിയൊരു ഷീറ്റ്, വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ചെറിയ ഗ്രാമിൽ അത് കിട്ടുന്നത്. ചെറിയ തൂക്കത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിലവിലെ പ്രസന്റ് കണ്ടീഷനിൽ ഗോൾഡിന്റെ പ്രൈസ് ഇത്രയും ഉയർന്നിരിക്കുന്ന സന്ദർഭത്തിലും ആളുകൾക്ക് ഒരുപാട് കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭം ഇതിന്റെ മേജർ പർപ്പസ് ഗോൾഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാണിക്കുക എന്നുള്ളതാണ്. ഷോ ആണ് അതിന്റെ ഉദ്ദേശം. ഷോ ഓൾറെഡി കിട്ടുകയും ചെയ്യും. നമ്മളിനി തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡ് എത്രയാണോ അതിന്റെ വേസ്റ്റേജ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഗോൾഡിന്റെ പൈസ നമുക്ക് റിട്ടേൺ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, അതിപ്പോ ഈ ഒരു റിട്ടേൺ എന്ന് നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ആ റിട്ടേൺ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത് വരുന്നത്? ഇപ്പൊ നമുക്കിത് വലിയൊരു കാഴ്ചക്ക് ഉണ്ട്. ഇത് നമ്മൾ ഇത് തിരിച്ച് എടുക്കുമോ നിങ്ങൾ, അല്ലെങ്കിൽ ജ്വല്ലറി തന്നെ തിരിച്ചെടുക്കും? ഡീറ്റെയിൽ ഒക്കെ വഴിയിൽ പറഞ്ഞുതരാം. എത്ര ഗ്രാം തൂക്കം ഉണ്ടെന്നുള്ളതും എത്ര വേസ്റ്റേജ് ഉണ്ട് എന്നുള്ളതും ഒരേ മോഡലിനും അതിന്റെ ടാഗിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ആദ്യം കണ്ടിരിക്കുന്ന മാല എന്ന് പറയുന്നത് 2 gram 800 മില്ലിയാണ് തൂക്കം വരുന്നത്. അതിൽ 350 മില്ലിയുടെ വേസ്റ്റേജ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള തൂക്കത്തിന് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റീഫയർ ചെയ്യുകയാണെങ്കിൽ, റീഫയർ ചെയ്യുമ്പോൾ ഈ 350 മില്ലി കഴിഞ്ഞിട്ടുള്ള തൂക്കം നമുക്ക് ഗോൾഡായിട്ട് കിട്ടും. ആ ഗോൾഡിന്റെ പൈസ ആയിരിക്കും കടകളിൽ കൊടുക്കുമ്പോൾ കടകളിൽ നിന്ന് റിട്ടേൺ തരുന്നത്. നമ്മൾ പഴയ സ്വർണ്ണം കൊടുക്കുന്നതുകൊണ്ട് തന്നെ, പഴയ സ്വർണ്ണം കൊടുക്കുമ്പോൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റോണിൽ ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഗോൾഡിന്റെ പൈസക്കാണല്ലോ തിരിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിലും എത്രയാണ് വേസ്റ്റേജ് എന്നുള്ളത് ഓൾറെഡി കാറ്റലോഗിലും ടാഗിലും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസക്ക് നമുക്ക് ഗോൾഡായിട്ട് തിരിച്ചെടുക്കുകയും ചെയ്യും. പണ്ട് ഓൾറെഡി ഇത് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 18 വർഷം മാർക്കറ്റിലുള്ള സാധനമാണ് നിലവിൽ. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അന്നിന്റെ പ്യൂരിറ്റി 916 പ്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു 50% 60% ഒക്കെ ഗോൾഡ് ഉണ്ടാവുള്ളൂ. പിന്നെ എത്ര വേസ്റ്റേജ് വരും എന്നുള്ളതും അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളിതിൽ രണ്ടാമത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് റിസർവ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് അതിന്റെ ഓൾറെഡി പഴയ കടക്കാരൊക്കെ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്നും ഇതാക്കിയിട്ടാണ് നമ്മളിപ്പോ പുതിയ ടാഗിൽ എല്ലാം കൃത്യമായിട്ട് എത്ര വേസ്റ്റേജ് വരുന്നുണ്ട് എന്നുള്ളതും പ്യൂരിറ്റി ആണെങ്കിൽ 22 ക്യാറ്റ്, അതായത് BIS 916 ഹോൾമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ BIS 916 ഓൾറെഡി ഹോൾമാർക്ക് ചെയ്തെടുക്കാവുന്ന പ്യൂരിറ്റിയിലാണ്
ഗോൾഡ് വരെയും ചെയ്യും. 916 തന്നെ വരുന്നുണ്ട് ഗോൾഡ് വരുന്നുണ്ട്. അപ്പൊ വേറെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറൊരു ടെൻഷൻ വരുന്നത് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം തന്നെയല്ലേ? അതെ, കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. മേജർ ജ്വല്ലറികളിൽ ഓൾറെഡി ഇതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഇറങ്ങി എല്ലാവരും വൈറലായിട്ട് കണ്ടിട്ടുണ്ടാവും. ശരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും 2 ഗ്രാമിന്റെ മേടിച്ചിട്ട് ചിലപ്പോ അവരത് 1 പവനെന്നോ 2 പവനെന്നോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അവര് വിൽക്കാൻ വേണ്ടി കൊണ്ടുകഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഉള്ളിൽ വാക്സ് ആണ്, കല്യാണിൽ നിന്ന് വന്ന് തോന്നുന്നു, കല്യാണിൽ നിന്ന് മേടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് മേടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ വാക്സ് ആണ്, കല്യാണം പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു വീഡിയോ പല ജ്വല്ലറികളിലും വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടക്കാർ പറ്റിക്കുന്നൊന്നുമല്ല, ഇതിന്റെ ഉള്ളിൽ വാക്സ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കൊടുക്കുന്നത്. പക്ഷെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വേറെ ആളുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ അറിയാൻ പറ്റും, ഗോൾഡ് മേടിച്ചിട്ട് സ്വർണ്ണം എനിക്ക് തന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ. അതേ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇതും പറയാൻ. ആ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പറയാ ഇന്ന സാധനമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. അപ്പൊ അവർ കൊണ്ടുപോയി പണയം വെക്കാനോ നിൽക്കില്ല. തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്കറിയാൻ 2 ഗ്രാമോ 3 ഗ്രാമോ തൂക്കുള്ളൂ, അതിനുള്ള ഗവൺമെന്റ് പൈസ കിട്ടുള്ളൂ എന്ന് അവർക്ക് അറിയാം. അത് ശ്രദ്ധിച്ചിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യണം. അത് മേടിക്കുന്നവരാണ് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര തൂക്കം ഉണ്ടെന്നുള്ളതും അതിന്റെ പ്യൂരിറ്റിയും എത്ര കിട്ടുന്നുള്ളത് ഓൾറെഡി കോർപ്പറേറ്റീവ് ജ്വല്ലറിക്ക് കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്യാതെ എടുക്കില്ലല്ലോ. അവർ ഓൾറെഡി ഫയൽ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്. അതിനുശേഷം ഒരു പർച്ചേസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാർക്കറ്റിൽ നമുക്ക് എവിടെയൊക്കെ കിട്ടുന്നുണ്ട്? ഇപ്പൊ അവൈലബിൾ ആണ് കേരളത്തിലേക്ക് നമ്മളിപ്പോ സപ്ലൈ തുടങ്ങിയിട്ട് ഒരു 1.5 മാസം 2 മാസത്തിനടുത്തായിട്ടുള്ളൂ. മംഗലാപുരം ചെന്നൈയായിട്ട് നമ്മൾ 380 ഷോപ്പിനടുത്ത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇപ്പൊ ജസ്റ്റ് സപ്ലൈ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. എറണാകുളം ജില്ലയിലുള്ള മേജർ ടൗണുകളിലെല്ലാവരും. ബാക്കിയുള്ള ജില്ലകളിലേക്ക് നമുക്ക് കസ്റ്റമർക്ക് ജ്വല്ലറിക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ ജില്ലയിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മലപ്പുറത്ത് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ജില്ലകളിലോ അല്ലെങ്കിൽ ഒരു വൈഡ് ഏരിയ ബേസ് ചെയ്ത് അങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഗോൾഡ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആ കപ്പാസിറ്റി ഉള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ അവർക്കായിട്ട് എത്തിച്ചു കൊടുക്കും. കൂടുതലായിട്ട് ജ്വല്ലറികളിൽ നിന്ന് എടുക്കാനാണോ ബെറ്റർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ വേണമെങ്കിലും നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ മേജർ ജ്വല്ലറികളിലും എല്ലാ ടൗണുകളിലും മേജർ ജ്വല്ലറികളിലും സപ്ലൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ ഡയറക്റ്റ് അവിടെ നിന്ന് മേടിക്കാം. അപ്പൊ കുറച്ചുകൂടി വിശ്വാസ്യത നമുക്ക് കിട്ടുമല്ലോ ജ്വല്ലറികളിൽ നിന്ന് എടുക്കുന്ന സമയത്ത്. എന്തായാലും ലോക്കൽ ഇതിലുള്ള ജ്വല്ലറിക്കാരും അവർക്കൊരു പരിചയം ഉണ്ടാവും. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് മോഡലുകൾ നോക്കി മേടിക്കാം. കാറ്റലോഗും കാര്യങ്ങളൊക്കെ ജ്വല്ലറിക്കാരുടെ അടുത്തുണ്ടാവും. അപ്പൊ പുതിയ മോഡലുകളൊക്കെ വേണമെങ്കിൽ അതിൽ നിന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നമ്മളത് കടയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. എത്താത്ത ഏരിയകളിലേക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു ഹെർമോസോ ഗോൾഡ് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റീറ്റെയിൽ ബ്രാൻഡ് ചെയ്തിട്ട് അത് ഗോൾഡ് അങ്ങനെയും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വാക്സിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇത് ഇളകി പോവോ പൊട്ടിപ്പോവോ നമുക്ക്. വാക്സിൽ സാധാ ഇതിൽ ആളുകൾ ചോദിക്കാറുണ്ട് വാക്സ് ആയതുകൊണ്ട് ചൂടുകൾ അടുപ്പിന്റെ അവിടെ പോയി മുരുകി പോവോ, ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്താൽ മാത്രമേ അത് ഉരുകി പോവുള്ളൂ. സാധാരണ അങ്ങനെ ചൂടാക്കിയാലൊന്നും പോകില്ല. അത് സ്ട്രോങ് ആണ്. നമ്മൾ നെക്കി നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഓരോ ഐറ്റംസ് എടുത്ത് നെക്കി നോക്കിയാൽ അറിയാൻ പറ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗോളാണ്. വാക്സിൻ എന്നുള്ള പേര് വെച്ചിട്ട് നിങ്ങൾ അതിന് കമ്പയർ ചെയ്യേണ്ട. ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്താൽ മാത്രമാണ് ഉരുകി പോകുള്ളൂ. ഓക്കെ, ഇത് പൊട്ടിപ്പോകുന്ന പ്രശ്നം വരും. അതിന്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇത് അതെ, ഇത് ഓൾറെഡി മാല കോർക്കുന്ന നൂലുകളിലാണ് അത് കോർത്തിരിക്കുന്നത്. എക്സ്ട്രാ ഒരു നൂല് അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നൂല് സാധാരണ മുത്തിന്റെ മാല എങ്ങനെയാണ് കോർക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അത് കോർത്തിരിക്കുന്നത്. പക്ഷെ അതങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. ഇല്ല, അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റാത്തത് ഗോൾഡാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഗോൾഡാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതിപ്പോ ഒരുപാട് മോഡലുണ്ട്. ഇപ്പൊ ഈ മോഡലൊക്കെ വരുമ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1.5 ഗ്രാമാണ് അക തൂക്കം വരുള്ളൂ. 1.5 ഗ്രാമിന്റെ നെക്ലസ് ആണ്. 1.5 ഗ്രാമിൽ എന്ന് പറയുന്നത് 540 തൂക്കം വരുന്നത്. അതിൽ നമുക്ക് 350 മില്ലിയുടെ വേസ്റ്റേജ് ആണ് വരുന്നത്. ആ റീഫയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ കൊണ്ടുവരുമ്പോൾ ഈ 350 മില്ലി കുറഞ്ഞിട്ടുള്ള തൂക്കത്തിന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ വളരെ വളരെ കുറഞ്ഞ തൂക്കത്തിൽ നമുക്കൊരു നല്ല വലിയൊരു നെക്ലസ് ശരിക്കും ചെറിയൊരു ഗ്രാമിൽ വലിയൊരു നെക്ലസ് കിട്ടും. സാധാരണ എത്രയുള്ള ഒരു മാല മേടിക്കുന്ന ശരിക്കും ഒരു 1.5 പവന് ഏറ്റവും കുറഞ്ഞത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ 4700 2 ലെയറിന്റെ മാല. 2 ടൈപ്പിലുള്ള ബീഡ്സ് ആണ്. ഒരു റൗണ്ട് ബീഡ്സും വരുന്നുണ്ട്, ഓൾ ടൈപ്പിലുള്ള ബീഡ്സും കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. അത് ശരിക്കും 4730 ആണ് അതിന്റെ തൂക്കം വരുന്നത്. അതിൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ 500 മില്ലിയുടെ വേസ്റ്റേജ് ആണ്. 500 മില്ലി കഴിഞ്ഞിട്ടുള്ള ഗോൾഡിന്റെ പ്രൈസിന് നമുക്കത് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അതിന്റെ പൈസ ആയിട്ട് വാങ്ങാൻ ചെയ്യാം. അല്ലെങ്കിൽ വേറെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കും. ഗോൾഡ് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇത് മേടിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി ഓൾറെഡി എല്ലാ മോഡൽസ് ഒത്തിരി മോഡൽസ് നിങ്ങൾക്ക് ഉണ്ട്. അത് മാത്രമല്ല ഈ ബാംഗിൾസ് എല്ലാം വരുന്നുണ്ട്. ബാംഗിൾസ് ശരിക്കും ഒരു സാധാ വലിയ ടൈപ്പിലുള്ള ഒരു ബാംഗിൾ 2.2 സൈസ് 2.4 സൈസ് ഒക്കെ വരുന്നത് ശരിക്കും ഒരു 3700, അതായത് 4 ഗ്രാം അരപ്പവന് താഴെ
താഴെ വരുന്ന ബാങ്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരപ്പവന് താഴെയാണ് തൂക്കം വരുന്നത്. സാധാരണ അരപ്പവന് താഴെയുള്ളൂ. അരപ്പവന് താഴെയുള്ളൂ. 3 ഗ്രാം 700 മില്ലിയാണ് അതിന്റെ തൂക്കം വരുന്നുള്ളത്. ഓക്കെ, അടിപൊളി. ഈ കിടക്കുന്നൊക്കെ അതെ 4 ഗ്രാം 3 ഗ്രാം. ഇപ്പൊ ഇതിന്റെ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ബാങ്കുകളാണ്. ഇതിന്റെ തന്നെ ബോൾസും സ്റ്റോണും കൂടി വരുന്ന ടൈപ്പാണ്. അത് കുറച്ചും കൂടി ഒരു 500 മില്ലി അടുത്ത് വ്യത്യാസം വരും. 1 ഗ്രാമിന്റെ അടുത്ത് ഏകദേശം വ്യത്യാസം വരും. 4600 അതിന്റെ തൂക്കം വരുന്നത്. പല മോഡൽസ്, വെറൈറ്റി മോഡൽസ് ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് 4 ലെയറിന്റെ മാല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 ലെയർ മുതൽ 6 ലെയർ വരെ വരുന്ന മാലകളുണ്ട്. ഇതൊക്കെ വരുന്ന 3 ഗ്രാം 3.5 ഗ്രാം ഒക്കെ തൂക്കം വരുന്ന ഐറ്റംസ് ആണ്. ഇപ്പം ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് വളരെ ഏത് കളറാണോ ഉള്ളത് ആ കളറിലുള്ള ബീഡ്സ് അവൈലബിൾ ആണ്. റെഡും ബ്ലൂവും അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ. അതിനനുസരിച്ച് മാച്ച് ചെയ്തിടാൻ പറ്റും. ഇത് മാറ്റുന്ന സമയത്ത് ഇതിന്റെ ബീഡ്സിന്റെ ഒക്കെ പ്രൈസിന്റെ കാര്യത്തിൽ എന്താ പറയാ, അങ്ങനെ വലിയത് ഇല്ല. അത് ഓൾറെഡി നമ്മളിപ്പോ സ്റ്റോൺ ഒരു ബീഡ്സ് ഐറ്റംസ് എന്ത് വാങ്ങിയാലും അതിന് ബീഡ്സ് കിട്ടില്ല, റിട്ടേൺ കിട്ടും. അപ്പൊ അതുപോലെ അതിന്റെ മേക്കിംഗ് ചാർജും സ്റ്റോണിന്റെ പൈസ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗോൾഡിന്റെ പൈസ ആണ് റിട്ടേൺ കിട്ടുന്നത്. ഗോൾഡ് വാങ്ങിയാലും നമ്മൾ മോതിരം ഒരു സ്റ്റോൺ വെച്ചൊരു മോതിരം വാങ്ങുകയാണെങ്കിൽ ആ ഗോൾഡ് 2 ഗ്രാം മോതിരമുണ്ട്. അതിന് സ്റ്റോണിന്റെ പൈസ നമ്മൾ ആ വാങ്ങുമ്പോൾ കൊടുക്കണം. പക്ഷെ തിരിച്ചു കൊണ്ടിരുമ്പോൾ സ്റ്റോൺ കിട്ടില്ല, മേക്കിംഗ് ചാർജ് കിട്ടില്ല. അത് സെയിം സിസ്റ്റം തന്നെ കാണും. ജ്വല്ലറിയിൽ എങ്ങനെയാണ് വെക്കുന്നത് അതേ സിസ്റ്റത്തിൽ തന്നെ ഇതിന് അത്രയും തിൻ ലെയർ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ സാധാ ഗോൾഡിന് കുറച്ച് വേസ്റ്റേജ് കൂടുതൽ പോകും എന്നുള്ളത് മാത്രമാണ് സാധാ ഗോൾഡ്. ശങ്കേഴ്സ് ഗോൾഡ് സ്മിത്ത് ജ്വല്ലറിയുടെ ഓണർ അഭിലാഷ് ചേട്ടാ. അഭിലാഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. അഭിലാഷ് ചേട്ടൻ്റെ വൈഫും ഉണ്ട് ദിവ്യ. അഭിലാഷ് ചേട്ടാ, ഞാനിവിടെ വരാൻ കാരണം ഈ വാക്സ് ഗോൾഡ് ഉണ്ടല്ലോ, ഇത് എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ? നമുക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഓൾ ടുഗദർ. നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 1 month ആയി സാധനം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് വന്നിട്ട്. പണ്ട് ആദ്യം ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു 15-20 ഇയേഴ്സ് ബാക്ക്. അന്ന് അത്ര റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഗോയിങ് ഫോർവേഡ് നല്ല റെസ്പോൺസ് ആണ് എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും വരുന്നത്. നമുക്ക് വന്നവര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വാങ്ങിക്കുന്നുണ്ട്, ഒരു ടെൻഷൻ ഇല്ലാതെ വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല, പഴയൊരു സ്ട്രെസ്സും ആ ടെൻഷനും ഇപ്പം ഇല്ല കസ്റ്റമേഴ്സിന്. എന്തെങ്കിലും നഷ്ടം വരുമോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും 916 ഹോൾമാർക്ഡ് ആണ് വരുന്നത് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ലൈക്ക് എല്ലാവരും നല്ല അക്സെപ്റ്റൻസ് കൂടുതലാണ്. പിന്നെ പണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീസ് ഈ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം ബീറ്റ് ബാംഗിൾസ് ആണെങ്കിലും നെക്ലസസ് ആണെങ്കിലും ഈവൻ ഇയർ റിങ്സ് 1.5-2 ഗ്രാമിൽ താഴെ റിങ്സ്, അത് നല്ല ട്രെൻഡി ആയിട്ടുള്ള മോഡൽസാണ് വരുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് നമുക്ക് ഇപ്പോൾ 1 മാസം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിലേക്ക് ഹൈ ടെമ്പറേച്ചറിൽ ചൂട് കൊടുക്കാൻ പോവാണ്. ചൂട് കൊടുത്തിട്ട് അതിലുള്ള വാക്സിനൊക്കെ ഉരുക്കി കളയുക എന്നുള്ള കാര്യമാണ് കാണുന്നത്. ഇത് ടാഗിന്റെ മുകളിൽ കൊടുത്ത ആ ഗോൾഡിന്റെ ആ ഒരു കണക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. 3.560 ഗോൾഡ് കാണിക്കുന്നത്. വേസ്റ്റേജ് 0.350. അതായത് ചൂടാക്കിയതിന് ശേഷം ഈ വേസ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗോൾഡ് ഉണ്ടോ എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഗോൾഡ് മാത്രം അതിൽ നിന്ന് മാറ്റിയെടുക്കണം. ആ ഗോൾഡ് അതിൻ്റെ ഇടയിൽ ചെറിയ ബീഡ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ബീഡ്സ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ഗോൾഡിനെ മാത്രമായിട്ട് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേർതിരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഗോൾഡിന് ഇനി ഇതിലേക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ ഹൈ പ്രഷറിലുള്ള ചൂട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ചൂട് കൊടുക്കുന്നത്, അത് നല്ല പ്രഷറിൽ തന്നെ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചൂട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉള്ളിലുള്ള ആ വാക്സ് ഉരുകിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ള ആ വാക്സ് അതിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്സ് കത്തിയിട്ട് പുറത്ത് പോവുക എന്നുള്ള കാര്യമാണ് ഇനി ഇവിടെ നടക്കുന്നത്. ആ പൂർണ്ണമായിട്ടും വാക്സ് കത്തിക്കഴിഞ്ഞാൽ അത് ചെറിയ പൊടികൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ഒരു വാക്സ് കത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഗോൾഡ് മാത്രമായിട്ടാണ് പിന്നെ ബാക്കി വരുന്നത്. ആ ഗോൾഡ് മാത്രമുള്ള ഈ ഗോൾഡിനെ പിന്നെ ഇനി ഒന്നുകൂടി നമുക്ക് തൂക്കം നോക്കുന്നതിന് വേണ്ടിയിട്ട് വെയിങ് മെഷീനിലേക്ക് മാറ്റാൻ പോവാണ്. വെയിങ് മെഷീനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 3.560 പറഞ്ഞത് അതിൽ നിന്ന് വേസ്റ്റേജ് ആയിട്ട് 0.350 കഴിയണം. കഴിച്ചിട്ട് എത്രയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ 3.470 കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതലായിട്ടാണ് ഉള്ളത്. ഇത്ര വരേണ്ട ആവശ്യമില്ല. അതിൽ പൊടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പൊടി ഉള്ളത് കൊണ്ടായിരിക്കും ഇത് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഒരു 10 മില്ലിയോ അല്ലെങ്കിൽ 15 മില്ലിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. വേസ്റ്റേജ് കഴിച്ചിട്ടും അത് മുകളിലോട്ടോ താഴോട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗോൾഡ് തന്നെ ഇത് ചെയ്തെടുത്ത സമയത്ത് ഇതിൽ കാണിക്കുന്നുണ്ട്. എത്രയാണ് വാക്സ് ഗോൾഡ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട്? അടിപൊളി ഒരു വീഡിയോ ആണല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാർക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ചെറിയ പൈസക്ക് നല്ല കാഴ്ചയുള്ള സ്വർണ്ണം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം അല്ലെ?
ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഏത് ജ്വല്ലറിക്കാർക്ക് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഓൺലൈനും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ആലുവയിലുള്ളവർക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്ത ഈ ഒരു ജ്വല്ലറി തന്നെ നിങ്ങൾക്ക് വന്നാൽ മതി. നല്ല ഒത്തിരി കളക്ഷൻസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഈ കമ്പനി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതായത് കേരളം മുഴുവൻ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളും കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും വിളിച്ച് സംസാരിക്കാം. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.